നമസ്കാരം. ഇതാ രാവിലെ ഞാൻ പറഞ്ഞ ഇത് ചെറുതേനാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ പെട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു 2.5 ക്ലാസ് ഉണ്ടാവും. ഇത് ഭയങ്കര ഔഷധമാണ്. ചെറിയ തേനീച്ച, പിന്നെ ദശപുഷ്പങ്ങൾ, എല്ലാ ഔഷധ സസ്യങ്ങളെല്ലാം പൂമ്പൊടിയെല്ലാം കൊണ്ട് ശേഖരിച്ച് ഉണ്ടാക്കിയ തേനാണ്. രജോ ഗുണം. ഇപ്പോൾ തേനീച്ചന്മാർ രജോ ഗുണമാണ്. രാവിലെ എണീച്ചപാട് തേനീച്ച അവരുടെ ഡ്യൂട്ടിക്ക് പുലരുമ്പന്നെ പോകും. റാണിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും ഓടും. സന്ധ്യ വരെ ഓടും. മഴയെങ്കിലും മഴയെ വകവെക്കാതെ അവർ ചിലപ്പോൾ വീണ് മരിച്ചാലും കുഴപ്പമില്ല. അവർ അത്ര രജോ ഗുണപരമായ അതാണ് ഗണപതിക്കൊക്കെ, ശുക്രനെ കൊണ്ടുള്ള ഗണപതിക്കൊക്കെ തേൻ നിവേദിക്കുന്നത്. അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ ഓടിച്ചാടി പണിയെടുത്ത് ക്രിയേറ്റീവ് നമ്മൾ സൃഷ്ടിപരമായ കാര്യം എടുക്കണമെന്നാണ് രജോ ഗുണപരമായ പിന്നെ തേനീച്ചയെന്ന് പഠിക്കേണ്ടത്. ഓടിച്ചാടി നമ്മൾ രാവിലെ എണീച്ചപാട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ റെഡി ആവണം. അങ്ങനെയാണ് ഈ എത്രയോ പൂവിൻ്റെ ഉള്ളിൽ കൂടി ഇടാതെ ഇത്ര പോലെ തേനാക്കാൻ അവരുള്ളത്. അവരൊക്കെ ഞങ്ങൾ ഇപ്പോൾ പകുതി തേന അതിൽ തന്നെ വെച്ചിട്ടുണ്ട്, പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ തേനീച്ചേനെ. പിന്നെ പകുതി തേന അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പൂമ്പൊടിയും കാര്യങ്ങളും വേറെ ഒരു തേനീച്ചക്ക് ഒരു പെട്ടിയൊക്കെ വേറെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട്ടിൽ തേനുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ മൂട്ട് വെക്കുന്നു. മൂട്ട് വെച്ചാൽ ഞാൻ ഇടക്കിടക്ക് പിന്നെ ഒരു സ്പൂണ് വെള്ളിയാഴ്ചയൊക്കെ കഴിക്കും. ഇത് എത്ര നീറ്റായ തേനാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ തേനീച്ചുണ്ടെങ്കിൽ നമ്മൾ ചെറുതേനീച്ച ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, പിന്നെ വളർത്തിയിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം. ആ തേനീച്ചന പെട്ടിയിലോ കാര്യങ്ങളോ ആക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ പിടിച്ചത് മുരളീധരൻ, കാസർഗോഡ് വെള്ളരിക്കുണ്ട്, പെരിയങ്ങാനം, കമ്പിക്കാത്ത്. അപ്പോൾ ബാക്കി 2 വീഡിയോയും കൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തേൻ എങ്ങനെ ഉണ്ടാക്കുന്നത്.